വിവാഹ ചിന്തയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ വിവാഹ ചിന്തയെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ എന്നെ ഫോൺ വിളിക്കുകയും ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ ചോദിക്കും, ഇപ്പം 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാതക പൊരുത്തം നോക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ജാതക പൊരുത്തം നോക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടേതായ കുറെ ആൾക്കാർ അത് കിട്ടാതെ ആവുമ്പോൾ ജാതക പൊരുത്തം നോക്കുന്നില്ല, എന്നിട്ട് പിന്നീട് ഒരു കാലഘട്ടത്തിൽ പിന്നെ പറയുമ്പോൾ ജാതക പൊരുത്തം നോക്കാതെ കഴിച്ച കാരണമാണ് നമുക്ക്. അങ്ങനെയൊന്നല്ല ഇതില് ജാതകം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഹിന്ദു സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ നോക്കി വരുന്നത്, മറ്റുള്ള സമുദായങ്ങളിൽ ഇല്ലല്ലോ. അപ്പൊ ഇതില് ജാതകത്തില് ഇപ്പൊ നമുക്ക് 7-ൽ ചൊവ്വ വന്നു, അല്ലെങ്കിൽ കേതു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ ഓരോ ജാതകങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാതക പൊരുത്തം നോക്കണോ എന്നുള്ളത് ഓരോരുത്തരുടെ രീതിയാണ്. ഇപ്പൊ അവരുടെ വീട്ടില് മക്കൾക്കൊന്നും ആവശ്യമില്ലെങ്കിലും അവരുടെ വീട്ടിൽ അത് പറയുന്നു, നമ്മുടെ പൂർവികരായിട്ട് അത് അങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ചിലർ ചെയ്യുന്നുണ്ട്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലൊരു പൊരുത്തം വേണം. ഇത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പൊ പണ്ട് കാലത്തുള്ളവരും ചിലവരൊന്നും നക്ഷത്ര പൊരുത്തം മാത്രം നോക്കുന്നവരുണ്ട്, ജാതകമായിട്ട് എടുത്ത് നോക്കുന്നവരില്ല. പണ്ടൊന്നും ജാതകയെ എഴുതി വെക്കുന്ന പതിവന്നില്ല. അപ്പൊ നക്ഷത്രങ്ങൾ തമ്മിൽ പഞ്ചാംഗമുള്ള വീടുകളായിരുന്നു എല്ലായിടത്തും. അപ്പൊ ഒരു കണിയാന്റെ അടുത്ത് പോലും പോയി നോക്കേണ്ടതില്ല എന്ന്. അപ്പൊ ആ പഞ്ചാംഗത്തില് അവര് നോക്കും, അവർക്ക് അറിവുകളുണ്ട്, പഞ്ചാംഗത്തിന്റെ അറിവുകളെ കുറിച്ച് അവർക്കുണ്ട്. അപ്പൊ അവര് നോക്കി കല്യാണം കഴിച്ചവരും നന്നായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രായത്തിൽ ഇപ്പോഴത്തെ ജനങ്ങളില് കുട്ടികള് പണ്ട് 20 വയസ്സിലും 18 വയസ്സിലും കല്യാണം കഴിഞ്ഞവര് ഇപ്പോഴത്തെ കാലഘട്ടത്തില് അവര് പെൺകുട്ടികളാണെങ്കിൽ പഠിക്കണം, അവർക്ക് 30 വയസ്സ് വരയ്ക്ക് പഠിച്ചെടുക്കും. അപ്പൊ അവര് പഠിച്ച് നല്ല സമ്പാദ്യശീലത്തോടു കൂടിയാണ് അവര് വരുന്നത്. ആൺപിള്ളേരാണെങ്കിൽ അപ്പോഴും 35 വയസ്സൊക്കെ അവരും സെറ്റായി. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജാതകം പൊരുത്തം നോക്കിയാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും സെൽഫായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സാമ്പത്തിക ഭാവവും ഉണ്ട് അവർക്ക്. അപ്പൊ അവരുടെ തീരുമാനങ്ങൾ സെറ്റ് ആവില്ല. അവർക്ക് എന്താ വെച്ചാൽ 30 വയസ്സായി, എനിക്ക് തന്നെയായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ സംഗതി വീട്ടില് ജാതക പൊരുത്തൊക്കെ നോക്കിയിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇതില് പൊരുത്തത്തിന്റെ അല്ല ഇവിടുത്തെ പ്രാധാന്യം. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെയും വിവാഹമൊക്കെ മാറിപ്പോകുന്നത് പൊരുത്തം നോക്കണോണ്ടോ പൊരുത്തം നോക്കാതിരുന്നിട്ടും അല്ല, ഇവരുടെ ചിന്താഗതികൾക്കാണ് മാറ്റം. മക്കള് പണ്ട് 18 വയസ്സില് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 20-22 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് സെൽഫായിട്ടൊരു വരുമാനം ഇല്ല, പിന്നെ ഭർത്താവ് പറഞ്ഞത് കേൾക്കും, വീട്ടിലുള്ള പണികൾ എടുക്കാനും ഒക്കെ അറിവുകളുണ്ട് അവർക്ക്. അറിവ് ഇല്ലെങ്കിൽ തന്നെ അവർ ഉണ്ടാക്കിയെടുക്കും. അത് നമുക്ക് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടീനെ നോക്കാനൊക്കെ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലോ അല്ലെങ്കിൽ വേണ്ട അമ്മയും മോളും മാത്രമുള്ള ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ പഠിക്കും, മൂത്തവര് പറയുന്നത് കേട്ട് മനസ്സിലാക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് 30 വയസ്സാകുമ്പോഴേക്കും അവർക്ക് സ്വന്തം വരുമാനമായി, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ട, എനിക്ക് നിൽക്കാനുള്ള സ്റ്റാൻഡായി എന്നുള്ള ആ തോന്നലിലൂടെയാണ് ജാതകമൊക്കെ വേണ്ട ഇങ്ങനെ ഡിവോഴ്സ് കേസുകൾ ധാരാളം വരുന്നത്. ജാതകം നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിന്റെ അർത്ഥം. 30 വയസ്സ് കഴിഞ്ഞവർക്കായാലും 35 വയസ്സ് കഴിഞ്ഞവർക്കായാലും അവരുടെ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ അതിന്റെ ജാതകത്തിന്റെ പിറകെ പോയതുകൊണ്ടല്ല. ജാതകത്തിൽ എന്ന് പറഞ്ഞാ 7ലേക്ക് വരുമ്പോ ചിലവർക്കുണ്ട് 7-ൽ വ്യാഴമൊക്കെ നിൽക്കുന്നവരാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവൾ എന്തിട്ടെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് മിണ്ടാതിരിക്കാം എന്ന് തോന്നും. പക്ഷെ എത്ര നാളെന്നിച്ചിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ അതും കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും പ്രതികരിക്കും. ഇതൊന്നുമല്ല. 35-ലായാലും 40-ലായാലും ജാതക പൊരുത്തം ആ സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാ. നമ്മ പണം ഉണ്ടാക്കുന്നുണ്ട് അത് വിചാരിച്ചിട്ട് ഞാൻ വലിയതൊന്നല്ല. നമുക്കൊരു കുട്ടി ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഒരു കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കുട്ടികള് എങ്ങനെയാ വളരെ ഇതൊക്കെ കണ്ട് വഴക്കുണ്ടാക്കുന്നതും ഒക്കെ കണ്ടു വളരും. അപ്പൊ അവരുടെ മാനസികാവസ്ഥ കുറെ മാറ്റങ്ങൾ വരും. അപ്പൊ കുട്ടികളിലൊക്കെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും മനസ്സിന് അസ്വസ്ഥതകളാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും അവർ പല പ്രതിസന്ധികൾ, വീട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ 35 വയസ്സ് കഴിഞ്ഞാൽ ജാതകം നോക്കണോ, 40 വയസ്സ് കഴിഞ്ഞാൽ ജാതകം നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതകത്തിലോ ഇതല്ല കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾ 35 വയസ്സും 40 വയസ്സാകുമ്പോഴേക്കും അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അവർക്ക് ഒരു പുരുഷന്റെ അടുത്ത് അങ്ങനെ നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിപ്പോ പറയും, എന്തിനിപ്പോ ആളുടെ തണലിൽ മാത്രം ജീവിക്കുന്നത്, എൻ്റെ വരുമാനം ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് തന്നെയായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് ജാതകത്തിന്റെ ഒന്നും ഒരു ദോഷമൊന്നുമല്ല. ജാതകം ഇപ്പോ
പലരും പറയും ഇത് നാളെ നോക്കി കറക്റ്റ് ആയതല്ലേ എന്ന് പറയും. ജാതകം എത്ര കറക്റ്റ് ആണെങ്കിൽ പോലും പിന്നെ ഇവർക്കൊരു ഫോൺ വിളികളുണ്ട് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എന്താണ്, വീട്ടിലുള്ള സർവ്വകാര്യങ്ങളും പറയുന്നു, അവരായിട്ട് നല്ല കൂട്ട് വരുന്നു, പുറത്തേക്ക് പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് അവര് ഫ്രണ്ടായിട്ട് തന്നെയാണ് കരുതുന്നത്. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ആ നേരത്ത് മാത്രമേ ഉള്ളൂ. അത് ജീവിതത്തിലേക്ക് വരുമ്പോ നിത്യം കാണുമ്പോ അതിനൊരു അത്ര ഉണ്ടായിരുന്ന ആ ടേംസ് ഒക്കെ പോയി പിന്നെ വേറൊരു സ്വഭാവമായിട്ട് അവർക്ക് തോന്നണത്. ഇവള് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവള് നല്ലതായിരുന്നല്ലോ എന്നൊക്കെ തോന്നാണ്. റിയലി അവരെങ്ങനെ തന്നെ. പിന്നെ സ്ഥിരമായിട്ട് 24 മണിക്കൂറും ആ ജോലി കഴിഞ്ഞ് വരിക, ആളെ കാണുന്നു, പിന്നെയും കാണുക, അപ്പൊ ഫോൺ വിളികൾ കുറയുന്നു. ഇതൊക്കെ ജാതകത്തിൻ്റെതായ ഒരു വിഷയമല്ല. നിങ്ങൾ 40 കഴിഞ്ഞ് നോക്കിയാലും ഇവിടെ ഒരു വിഷയമല്ല. പക്ഷെ അങ്ങടും ഇങ്ങടും റെസ്പെക്ട് ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ പഠിക്കണം ഇപ്പോഴത്തെ സമൂഹത്തില് കുട്ടികളെല്ലാവരും. വരുമാനം അതൊരു വേറൊരു ഭാഗമാണ്. വരുമാനം എന്ന് പറയുന്നത് വേറൊരു ഭാഗം. അത് വിചാരിച്ചിട്ട് ഭർത്താവിനെ വേണ്ടാന്ന് വെക്കണേന് അങ്ങനെയാണെങ്കിൽ വിവാഹമേ കഴിക്കരുത്. വിവാഹം കഴിക്കണ്ട, കുട്ടികളെ വേണ്ട. കുട്ടികൾ ഉണ്ടായാൽ തന്നെ അവരെ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇപ്പൊ ജാതക പൊരുത്തത്തിൽ നോക്കേണ്ട പ്രശ്നങ്ങളല്ല അത്. ജാതകം പൊരുത്തമൊക്കെ നല്ലത് തന്നെയാണ്. അതിന്റെ എന്താ ദേവഗണാണെങ്കിൽ ഗണം 1 ഗുണം 10 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഗണം നോക്കിയിട്ടോ മധ്യമരേഞ്ച് നോക്കിയിട്ടോ വേദദോഷം നോക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ലാത്തൊരു അവസ്ഥയിലാണ്. പലരും എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നവരുണ്ട്, നോക്കാതെ കല്യാണം കഴിച്ചിട്ടും കുഴപ്പങ്ങളില്ലാത്തവരുണ്ട്. അവരൊക്കെ മാനസികമായിട്ട് വരുമാനം കൂടുമ്പോഴാണ്. പെണ്ണിനും വരുമാനം ഉണ്ട്, ആണിനും വരുമാനം ഉണ്ട്. ഇപ്പൊ നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം, ഞാൻ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ഈ ഒരു അവസ്ഥ അവരുടെ മനസ്സിൽ ഇരിക്കുകയാണത്. ഇപ്പൊ പൈസക്കിനേക്കാൾ വലുത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞാല് ഒരാളെ നോക്കാൻ പോലും ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥയിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ പോലും നോക്കാൻ ആളെ കിട്ടില്ല. ഇതൊരു ഇഷ്ടം വരുന്നില്ല അവിടെ. സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വാക്കില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ജാതകത്തിന്റെ ഒരു പ്രശ്നമോ ജാതകം നോക്കിയാൽ ഉണ്ടാവുന്ന പ്രശ്നമോ ജാതകം നോക്കിയിട്ട് എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്തോന്നോ ഇതൊന്നല്ല. ഇപ്പൊ അത് ഞങ്ങളുടെ ജാതകം നോക്കണേന്റെ ഒരു വിഷയവും അല്ല. അത് ഇതിലുള്ള നിങ്ങൾ ഇപ്പൊ വരുന്ന ജനറേഷനിലെ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണിത്. അല്ലാതെ ജാതക പൊരുത്തം നോക്കണേലുള്ള പ്രശ്നങ്ങളല്ല എന്നാണ് പറയുന്നത്.